നമസ്കാരം. ഇന്ത്യക്കെതിരെ അമേരിക്ക ചുമത്തിയ ഇരട്ടി തീരുവയോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വീണ്ടും വഷളായിട്ടുണ്ട്. തങ്ങളുടെ പരിധിയിൽ ഇന്ത്യ വരുമെന്ന കണക്കൂട്ടൽ തെറ്റിയതോടെ ട്രംപ് വളരെ കലിപ്പിലാണ്. ഇതിനിടയിലാണ് ഷാങ്ഹായ് ഉച്ചകോടിയിൽ ഇന്ത്യ ചൈനയുമായും റഷ്യയുമായും ബന്ധം കൂടുതൽ ഊഷ്മളമാക്കിയതും. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് തുടരുമെന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചതും ട്രംപിനെ പ്രകോപിപ്പിച്ചു. ഇതോടെ ഇന്ത്യയുമായിട്ടുള്ള ബിസിനസ് ബന്ധം ദുരന്തമായിരുന്നുവെന്ന് അവകാശപ്പെട്ട് ട്രംപ് രംഗത്ത് വന്നിരുന്നു. ഇതിനു പിന്നാലെ ഇന്ത്യയെ സാരമായി ബാധിക്കുന്ന മറ്റൊരു തീരുമാനമെടുക്കുമെന്ന് ഭീഷണി മുഴകിയിരിക്കുകയാണ് ട്രംപ്. ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകൾക്ക് കനത്ത തീരുവ ഏർപ്പെടുത്താനാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കം. വ്യാപാര യുദ്ധത്തിൽ ഇതുവരെ ഒഴിവാക്കിയിരുന്ന മരുന്നുകളെയാണ് ട്രംപ് നോട്ടമിടുന്നത്. മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള മരുന്നുകൾക്ക് 200% വരെ തീരുവ ചുമത്തുമെന്നാണ് ഭീഷണി. പുറം രാജ്യങ്ങളിൽ നിന്നുള്ള മരുന്നുകൾക്ക് US-ൽ നികുതി ഒഴിവാക്കി നൽകിയിരുന്നു. എന്നാൽ അടുത്തിടെ യൂറോപ്പിൽ നിന്നുള്ള ചില മരുന്നുകൾക്ക് 15% തീരുവ ചുമത്തിയിട്ടുണ്ട്. ട്രംപിന്റെ ഈ തീരുമാനം തിരിച്ചടിയാകുക അമേരിക്കക്കാർക്ക് തന്നെയാണ്. മരുന്നുകളുടെ വില റോക്കറ്റ് പോലെ ഉയരാൻ സാധ്യത ഒരുക്കുന്നതാണ് ഈ നീക്കം. ട്രംപിന്റെ പുതിയ നീക്കം വിലക്കയറ്റവും മരുന്നുക്ഷാമവും ഉണ്ടാക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. 25% തീരുവ ചുമത്തിയാൽ പോലും US-ൽ മരുന്ന് വില 1714% വരെ ഉയർന്നേക്കും. 97% ആന്റിബയോട്ടിക്കുകളും 92% ആന്റിവൈറൽ മരുന്നുകളും ഇറക്കുമതി ചെയ്യുന്ന ഘടകങ്ങൾ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. മുഴുവൻ നിർമ്മാണ ശൃംഖലയും US-ൽ സ്ഥാപിക്കുന്നത് ചെലവേറിയതായതിനാലാണ് കമ്പനികൾ ഇങ്ങനെ ചെയ്യുന്നത്. വൻകിട കമ്പനികൾ പിടിച്ചു നിൽക്കുമെങ്കിലും ജനറിക് മരുന്നുകൾ നിർമ്മിക്കുന്ന കമ്പനികൾ US വിടാൻ ഇത് കാരണമാകും. ഇത് മരുന്ന് ക്ഷാമത്തിന് ഇടവരുത്തും. സമൂഹത്തിലെ ദരിദ്രരും പ്രായമേറിയവരും ഇതിന്റെ ആഘാതം അനുഭവിക്കേണ്ടി വരുമെന്ന് മുന്നറിയിപ്പുണ്ട്. മരുന്ന് വില കുറയ്ക്കുമെന്നായിരുന്നു US ജനതയ്ക്ക് ട്രംപ് വാഗ്ദാനം നൽകിയിരുന്നത്. എന്നാൽ പുതിയ നീക്കം തിരിച്ചടിയാകുമെന്നാണ് സൂചന. വർദ്ധിപ്പിച്ച തീരുവ 1.5 വർഷത്തിന് ശേഷം മാത്രമേ പ്രാബല്യത്തിൽ വരാനിടയുള്ളൂ. കമ്പനികൾക്ക് മരുന്നുകൾ സ്റ്റോക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണിത്. അതിനിടെ US ഉൽപ്പന്നങ്ങൾക്ക് തീരുവ എടുത്തു കളയാമെന്ന് ഇന്ത്യ ഉറപ്പ് നൽകിയതാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഭിപ്രായപ്പെട്ടിരുന്നു. ഇത് ഏറെ വൈകുന്നുവെന്നും ട്രംപ് പറഞ്ഞു. ഇന്ത്യയുമായിട്ടുള്ള വ്യാപാരം ഏകപക്ഷീയമായ ദുരന്തമാണെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ഇന്ത്യ, റഷ്യ, ചൈന ചർച്ചകൾക്ക് ശേഷമാണ് ട്രംപിന്റെ പ്രസ്താവന. സാമൂഹ്യ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപിന്റെ പ്രതികരണം. ഇന്ത്യയുമായിട്ടുള്ള വ്യാപാരം തനിക്ക് മനസ്സിലാക്കുന്നത് പോലെ വളരെ കുറച്ച് ആളുകൾക്ക് മനസ്സിലാകൂ എന്നും അതൊരു ദുരന്തവും ഏകപക്ഷീയവുമായിരുന്നുവെന്നാണ് ട്രംപ് അഭിപ്രായപ്പെട്ടത്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള തീരുവ വെട്ടിക്കുറയ്ക്കാമെന്ന് ഇന്ത്യ വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും എന്നാൽ അത് ഏറെ വൈകിപ്പോയെന്നുമാണ് ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറിച്ചത്. ഇന്ത്യ തങ്ങളുമായി വലിയ തോതിൽ ബിസിനസ് നടത്തുന്നുണ്ടെന്നും അവരുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയ്ക്ക് വിൽക്കുന്നുണ്ടെന്നും എന്നാൽ അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് വളരെ കുറച്ച് മാത്രമേ വിൽക്കുന്നുള്ളൂ എന്നും ട്രംപ് ആരോപിച്ചു. അതേസമയം ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് സമ്മർദ്ദത്തിനെതിരെ സഹകരണം ദൃഢമാക്കി ഇന്ത്യയും ചൈനയും റഷ്യയും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി തുടരുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് പുടിനെ അറിയിച്ചത്. പഹൽഗാം ഭീകരാക്രമണം സംയുക്ത പ്രസ്താവനയിൽ പരാമർശിച്ച് ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ നിലപാട് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി അംഗീകരിച്ചു. റഷ്യയും ഇന്ത്യയും ചൈനയും ഏറെ നാളുകൾക്ക് ശേഷം ഒരേ നിലപാടിലേക്ക് എത്തുന്ന അസാധാരണ ദൃശ്യമാണ് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കിടെ പുറത്തു വന്നത്. വ്ളാഡിമിർ പുടിനും നരേന്ദ്രമോദിയും ഉച്ചകോടിയുടെ വേദിയിൽ കണ്ടുമുട്ടിയപ്പോൾ പരസ്പരം ആലിംഗനം ചെയ്തു. പുടിനെ കാണുന്നത് ആഹ്ലാദകരമെന്ന് മോദി കുറിച്ചു. പിന്നീട് രണ്ട് നേതാക്കളും ഷീ ജിൻപിങ്ങിന്റെ അടുത്തെത്തി ഹ്രസ്വ ചർച്ച നടത്തി. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയുടെ ഫോട്ടോ സെഷന് ശേഷം ഒരിക്കൽ കൂടി നേതാക്കൾ കണ്ടു. യുക്രൈൻ യുദ്ധം ഇന്ത്യ നടത്തുന്നുവെന്ന ആരോപണത്തിനിടെ നരേന്ദ്രമോദിയും പുടിനും ഉച്ചകോടിയുടെ വേദിയിൽ നിന്ന് ഒരേ കാറിലാണ് മടങ്ങിയത്. ഈ ചിത്രവും മോദി ട്വീറ്റ് ചെയ്തു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെതിരായ ട്രംപിന്റെ ഭീഷണി കണക്കിലെടുക്കില്ലെന്ന വ്യക്തമായ സൂചനയാണ് മോദി നൽകിയത്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി തുടരുമെന്ന സന്ദേശവും പുടിന് മോദി നൽകി.